ഇത് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷയാ. 24 മണിക്കൂറും നീ ഈ തിട്ട് നടക്കണം. ഇത്ര മനോഹരമായ ആചാരങ്ങൾ. അടുക്കളപ്പണി മുതൽ കിടന്നുറങ്ങുന്നത് വരെ ഇതിട്ടുകൊണ്ടായിരിക്കണം. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഇതിലേതെങ്കിലും എടുത്തു മാറ്റിയ പകരം അതിന്റെ ഇരട്ടി നിന്റെ ശരീരത്തിൽ ഞാൻ അണിയിക്കും. മനസ്സിൽ മറ്റൊരു രണ്ടുപോട്ടി. ജോലി ചെയ്യുമ്പോ ഏതെങ്കിലും ആഭരണത്തിന് കേടുപാടുകൾ പറ്റിയ 24 മണിക്കൂർ എന്നുള്ള സമയം നീണ്ടുകൊണ്ടേയിരിക്കും. എന്താ ഈ കുട്ടിയെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഒരു മിണ്ടാപ്രാണിയല്ലേ അവള്? ഇത്ര ആഭരണമൊക്കെ ഇട്ട് എങ്ങനെയാ ജോലി ചെയ്യുന്നേ? എന്റെ ഖദീജന്റെ മേല് മുഴുവൻ പൊന്നുകൊണ്ട് മൂടിയിട്ട് ഒരു ദിവസം മുഴുവൻ പൊരയുടെ വാതിൽക്കല് ദാ ഇങ്ങനെ ഞാൻ നിർത്തും. അദ്ദേഹത്തിന് ചായ കൊടുക്കണം. കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതിയേ. ഇതൊക്കെ ഇട്ട് കഥകളി കാണാൻ പോകണം. നമ്മള് നന്നായിട്ടൊന്നും ഒരുങ്ങേണ്ട അസൂയാവും. ഇതിന്റെ ശബ്ദം എനിക്ക് കേട്ടോ കലികളോ എന്താണ് കുഴപ്പം? പോകുന്നുണ്ടോ ഇവിടുന്ന്? അതെ, ഞാൻ ചായ ഇടാൻ പോവാ. ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കൊരു ബ്ലാക്ക് ടീ മതി. വിത്തൗട്ട് ആയിക്കോട്ടെ. ബജി ഉണ്ടാക്കിയിട്ടുണ്ട്, എടുക്കട്ടെ? എത്ര പ്രാവശ്യം പറയണം ബ്ലാക്ക് ടീ മതിയെന്ന്? ആള് ഭയങ്കര കലിപ്പനാണല്ലേ. ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങിപ്പോ. ഇതൊക്കെ ഊരിക്കളയണമെന്ന് അദ്ദേഹം പറയുന്നു. ഫുൾ നെക്കഡ്. ഊരിക്കളഞ്ഞ വീണ്ടും അത്രയും തന്നെ ഇടൂന്ന് അമ്മ. ഭഗവാന് ഒരു വഴി കാണിച്ചു താ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.